എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ? ഇത് കറക്റ്റ് 5 വർഷം മുന്നേ 2021 ജൂലൈ മാസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് അർജന്റീന സ്പെയിനെ 2026 ലോകകപ്പിൻ്റെ ഫൈനലിൽ 3-2 തോൽപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത്, അതായത് 2022 വേൾഡ് കപ്പ് കഴിഞ്ഞു, അതിന് മുന്നേ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിമിഷം നേരം സ്പെയിൻ സെമിയിലെത്തിയതിന് ശേഷം ഈ ഒരു പോസ്റ്റ് നിമിഷം നേരം കൊണ്ട് തന്നെ മില്യൺസ് ആൾക്കാരാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കണ്ടതും. അപ്പോൾ എന്തായിരിക്കാം, ആരാണ് ഇതിന് പിന്നിൽ? ആക്ച്വലി അയാംദ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യം ഫ്രാൻസിനെ വീഴ്ത്തിയിട്ട് സ്പെയിൻ ഫൈനലെത്തുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയിട്ട് അർജന്റീനയും ഫൈനലെത്തുന്നു. അതിനുശേഷമാണ് ഈ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായത്. അത് സ്പെയിൻ ഫൈനലെത്തിയതിൽ തന്നെ ഇതിനധികം വലിയ പ്രചാരണം ലഭിക്കുന്നുണ്ട്. പക്ഷേ അർജന്റീന കൂടി എത്തിയതോടുകൂടി ഇതിന് വലിയ രീതിയിൽ ലോകവ്യാപകമായിട്ട് ഇതിനൊരു വലിയ രീതിയിലുള്ള പ്രചാരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ? ഇത് ശരിക്കും ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഒരു കാർട്ടൂൺ ക്യാരക്ടർ, ഡിസ്നിയുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് 2025 ഡിസംബർ മാസം വരെ ഇതിൽ ആക്റ്റീവായിട്ട് ഇതിൽ പോസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ രീതിയിൽ പ്രചാരണം ലഭിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്ച്വലി അയാംദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് മുതലാളി തന്നെ അതിനടിയിൽ വന്നൊരു കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മെസ്സിയെ നിങ്ങൾ തൊടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, മെസ്സിയുടെ കൂടെ അദൃശ്യനായി ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ആ പോസ്റ്റ് മുതലാളി. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നിരിക്കുന്നത്? അതായത് ഈ പോസ്റ്റ് മുതലാളി പറഞ്ഞ മാതിരി തന്നെ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതായത് 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൽ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമായിരുന്നു അവരുടെ 2022 ഫൈനൽ ഇറങ്ങിയത്. ആ ഫൈനലിൽ ഒരാൾ പോലും അർജന്റീനയ്ക്ക് സാധ്യത കൽപ്പിച്ചില്ല. പക്ഷേ അന്ന് അർജന്റീന നിറഞ്ഞാടി. അതായത് അവസാനം 3 ഗോളുകൾ തിരിച്ചടിച്ചു, അത് ഓക്കെ. പക്ഷേ കളിയിലുടനീളം സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു 75-ാം മിനിറ്റ് വരെ അർജന്റീന നടത്തിയിരുന്നത്. അതായത് എല്ലാവരും കപ്പ് ഒരു ഏകപക്ഷീയമായ രീതിയിൽ അർജന്റീന അടിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എംബാപ്പെ ഹാട്രിക് അടിക്കുന്നതും പെനാൾട്ടി ഷൂട്ടൗട്ടിൽ അർജന്റീന ഫ്രാൻസിനെ വീഴ്ത്തി മറഡോണയ്ക്ക് ശേഷം 86-ന് ശേഷം വീണ്ടും കപ്പ് ഉയർത്തുന്നത്. അതായത് ഏതൊരു അർജന്റീന ആരാധകനെ സംബന്ധിച്ചിടത്തോളം അതായത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു 2022 ഖത്തറിൽ നടന്നത്, മെസ്സി കപ്പ് ഉയർന്നത്. അതായത് ഇതുവരെ ക്ലബിന് വേണ്ടിയിട്ടാണ് മെസ്സി കപ്പടിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വ്യാപകമായ ആക്ഷേപം അർജന്റീനയ്ക്കെതിരെയും മെസ്സിക്കെതിരെയും എതിരാളികൾ അഴിച്ചുവിട്ടു. അപ്പോൾ 2021 ആദ്യം കോപ്പ അമേരിക്ക അടിക്കുന്നു, പിന്നെ ഫൈനലിസ്റ്റ് അടിക്കുന്നു, പിന്നെ വേൾഡ് കപ്പ് അടിക്കുന്നു, വീണ്ടും കോപ്പ അടിക്കുന്നു. അങ്ങനെ കപ്പിൻ്റെ അർജന്റീന ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വറ്റി വരണ്ട അവരുടെ ട്രോഫി കൊണ്ട് നിറച്ച ഒരാളാണ് ലയണൽ സ്കലോണി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ഒരു കോച്ച്. അപ്പോൾ ആ കോച്ചിൻ്റെ കീഴിലാണ് വീണ്ടും 2026 അർജന്റീന ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ ഫ്രാൻസിനെ അടിച്ചു എന്നുള്ള കാര്യത്തിൽ, അതിശക്തരായ ഫ്രാൻസിനെ അടിച്ചു എന്നുള്ള കാര്യത്തിൽ അത് വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇനി അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് അർജന്റീനയോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയുടെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ കളി തോറ്റ് എന്ന് വിധി എഴുതി നിൽക്കുന്ന സമയത്തായിരിക്കും അർജന്റീന തിരിച്ചു വന്നത്. നമുക്ക് കണ്ടു, ഓസ്ട്രേലിയക്കെതിരെ കണ്ടു, ജോർദാനെതിരെ കണ്ടു, സ്വിറ്റ്സർലൻഡിനെതിരെ കണ്ടു, ഇംഗ്ലണ്ടിനെതിരെ കണ്ടു. എല്ലാ കളിയും അതിശക്തരോട് ഏറ്റുമുട്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അർജന്റീന ഫൈനലിലെത്തിയത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ മെസ്സിയും അർജന്റീനയും ഇതുവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അത് റഫറിയുടെയും ഫിഫയുടെയും സഹായത്തോടു കൂടിയാണ് അർജന്റീന ഫൈനലിലെത്തിയ എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് ഇവരൊക്കെ ഈ സാമ്പാർ മുന്നണി ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഈ പോസ്റ്റ് മുതലാളി പറയുന്ന പ്രകാരം അർജന്റീന തന്നെ കപ്പടിക്കാനുള്ള സാധ്യത അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് സ്പെയിൻ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതായത് നല്ല ടിക്കി ടാക്ക സ്റ്റൈലും ഒരു യൂറോപ്യൻ സ്റ്റൈലും മിക്സ് ചെയ്തൊരു കളിയാണ് സ്പെയിൻ കളിച്ചുകൊണ്ടിരുന്നത് ഈ വേൾഡ് കപ്പിൽ. അതായത് ഒരു ഗോൾ മാത്രമാണ് ഈ ടൂർണമെൻറ്റിൽ ഇത്രയും കളിച്ച കളി ഫൈനൽ വരെ അവർ വഴങ്ങിയത്. അതായത് ബെൽജിയത്തിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മാത്രമാണ് അവർ ഒരു ഗോൾ വഴങ്ങിയത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ഫൈനൽ അർജന്റീനൻ ആരാധകർ വലിയ രീതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. അതായത് ചരിത്രത്തിൽ ഇതുവരെ കപ്പ് നിലനിർത്തിയത് ബ്രസീലും ഇറ്റലിയും മാത്രമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് അർജന്റീനയും വരാൻ പോവാണ്. പിന്നെ അത് മാത്രമല്ല ലയണൽ മെസ്സി, അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി എന്ന ഗോട്ട്, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഗോട്ട്, അതായത് ഫുട്ബോളിൻ്റെ ഗോട്ട് തന്നെയാണ്. അതായത് ഇന്നേ വരെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്ലെയർ തന്നെയാണ് മെസ്സി. ആ മെസ്സി രണ്ടാമതും തുടർച്ചയായി തൻ്റെ 39ാമത്തെ വയസ്സിലും കപ്പടിച്ചു എന്ന് പറയുന്ന അത് ഏതൊരു അർജന്റീന ആരാധകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ
പറയാൻ പറ്റാത്തൊരു ആനന്ദം, അനുഭൂതി തന്നെയായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ലോകം കാത്തിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ടീമാണ് അർജൻറ്റീന. അപ്പോൾ അർജൻറ്റീന കാലുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രമല്ല ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത്. നമ്മൾ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ കളിയും കഴിഞ്ഞ ദിവസം എൻസോ ഫെർണാണ്ടസ് ഒക്കെ അവരെ ഗസ്റ്റർ കണ്ടില്ലേ, കളി കഴിഞ്ഞ് വളരെ വികാരാതീതനായിട്ടൊക്കെ കരഞ്ഞ്, അവരെല്ലാവരും അങ്ങനെയാണ്. അർജൻറ്റീന പ്ലേയേഴ്സ് ഓരോ മത്സരം ജയിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് കളമ്പിടുന്നത്. അത് ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത്, ബുദ്ധി കൊണ്ടും കാലുകൊണ്ടുമല്ല. മൂന്നാമത് ഹൃദയം കൊണ്ടാണ് അവർ പന്ത് തട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ലോകത്തെമ്പാടുമുള്ള അർജൻറ്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു പ്രവചനം എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2026 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീന 3-2 സ്പെയിനെ പരാജയപ്പെടുത്തി കപ്പടിക്കും എന്നാണ് ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് 5 വർഷം മുന്നെയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ അർജന്റീന കപ്പടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മെസ്സി ഗോളടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും വേൾഡ് കപ്പും തുടർച്ചയായ 2ാം തവണയും വേൾഡ് കപ്പ് അർജന്റീന തൂക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്കറിയാം 2014 ഞാൻ അന്നൊക്കെ ഫൈനലിൽ കണ്ടപ്പോൾ മരിയ ഗോഡ്സ് അടിച്ച ഗോളിൻ്റെ ബലത്തിലാണ് ജർമ്മനി അർജന്റീന ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മെസ്സി പടവ് കയറി, ഗ്രൗണ്ടിൻ്റെ പടവ് കയറി മുകളിലോട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ വച്ചിരിക്കുന്ന വേൾഡ് കപ്പിലോട്ട് മെസ്സി നോക്കുന്നൊരു ചിത്രമുണ്ട്, നോക്കാതിരിക്കുന്നൊരു ചിത്രമുണ്ട്, വളരെ ദയനീയമായൊരു മുഖത്തോടു കൂടി. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ഇവിടെ അർജന്റീനയ്ക്കെതിരെ അർജന്റീന വിരുദ്ധ ഫാൻസൊക്കെ വലിയ രീതിയിൽ കൊണ്ടാടിയതാണ്. അതിനുശേഷം 2018 റൗണ്ട് 32 ഫ്രാൻസിനോട് പരാജയപ്പെട്ടു. 2022 എല്ലാ കണക്കുകളും തീർത്തിട്ടാണ് അർജന്റീന അന്ന് കപ്പടിച്ചത്. അതായത് ക്രൊയേഷ്യ അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-0 അടിച്ചിരുന്നു. സമാനമായ രീതിയിൽ അതേ കണക്ക് ഇവിടെ തീർത്തു കൊടുത്തിരുന്നു. ഫ്രാൻസായിട്ട് കണക്ക് തീർത്തു. അങ്ങനെ എല്ലാ കണക്കുകൾ തീർത്തുകൊണ്ടാണ് 2022 ഖത്തറിൽ അർജന്റീന കപ്പ് ഉയർത്തിയത്. അപ്പോൾ ഇപ്പോൾ ഏതൊരു അർജന്റീനിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം, അതായത് അവർ അർജന്റീന എങ്ങനെയാണോ സ്വപ്നത്തിലുള്ള ഒരു അർജന്റീന ടീമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2 ഗോൾ വീണ് കഴിഞ്ഞാലും 3 ഗോളും 4 ഗോളും 5 ഗോളും തിരിച്ചടിച്ച മത്സരം തിരിച്ചു പിടിക്കാനുള്ള ഒരു ആർജവം, ആ ഒരു വിൽ പവർ കാണിക്കുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണ് അർജന്റീന. ഇതൊക്കെ അർജന്റീനയെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിന് സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ അർജന്റീന ഏത് എതിരാളികളാണ് ദുർബലമായ എതിരാളികൾ ആണെങ്കിൽ പോലും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ, അർജന്റീനയ്ക്ക് ഒരു ഗോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മൊത്തം താളം തെറ്റും. അവർക്ക് കളിവിനെ കൈവിട്ട അവസ്ഥയായിരുന്നു ഇത്രയും കാലം. പക്ഷേ ലയണൽ സ്കലോണി എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസിൻ്റെ കീഴിൽ അർജന്റീന വലിയ രീതിയിൽ സമ്മർദ്ദം അതിജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല എത്ര ഗോൾ ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാലും തിരിച്ചടിച്ച് മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ തക്ക രീതിയിൽ താരങ്ങളുടെ മൈൻഡ് സെറ്റ് വരെ മാറ്റിയെടുത്ത ഒരു കോച്ചാണ് ലയണൽ സ്കലോണി. അപ്പോൾ ആ ലയണൽ സ്കലോണിക്ക് അദ്ദേഹത്തിന് ഇനി പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല. അതായത് അലങ്കാരികമായിട്ട് 2ാമതൊരു വേൾഡ് കപ്പ് ട്രോഫി, ഒരു അലങ്കാരം എന്ന രീതിയിൽ വേൾഡ് കപ്പ് ട്രോഫി അർജന്റീനയ്ക്ക് പോകും എന്ന് തന്നെയാണ് ലോകത്തിലെ അർജന്റീന ആരാധിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം, സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം സ്പാനിഷ് ഫുട്ബോൾ എന്ന് പറയുന്നത് അതിൻ്റെ മുക്കും മൂലയും എ ടു സെഡ് കാര്യങ്ങൾ അരച്ച് കലക്കി കുടിച്ചവരാണ് ഈ അർജന്റീനക്കാരും മെസ്സിയും എല്ലാം. അർജന്റീന ഫുട്ബോൾ ഇപ്പം സ്പാനിഷ് കോച്ച് തന്നെ ലാഫുണ്ടെയാണ് ലയണൽ സ്കലോണിക്ക് കോച്ചിങ് ലൈസൻസ് എടുക്കാൻ വേണ്ടി യുഎഫയുടെ കോച്ചിങ് ലൈസൻസ് എടുക്കുമ്പോൾ അതിൽ ലയണൽ സ്കലോണിയുടെ മെൻഡറാണ് ഇപ്പോഴത്തെ സ്പാനിഷ് കോച്ചായ ലാഫുണ്ടെ എന്ന് പറയുന്ന അയാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതും, അതായത് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് എല്ലാം നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തിയാണ് സ്കലോണി. പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക അടിച്ചപ്പോൾ അതിനുശേഷം സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാരായതിനു ശേഷം ഒരു ഫൈനലിസ്മ എന്ന് പറയുന്ന ഒരു ഫിഫയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് നടന്നില്ല, യുദ്ധം കാരണം നടന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അർജന്റീന സ്പെയിൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഫൈനലിസ്മ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കാലം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു മത്സരത്തിൽ അർജന്റീനയ്ക്ക് മുതൽക്കൂട്ടാവും. അവരുടെ കളിശൈലിയും അതെങ്ങനെയാണ് അവരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോ പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ അറിയുന്ന കോച്ച് തന്നെയാണ് സ്കലോണി. പിന്നെ അതുമാത്രമല്ല അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കളിക്കളത്തിലൊരു കോച്ച് കൂടിയാണ് മെസ്സിയെ പൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, കളി പിടിച്ചു എന്ന് ഒരിക്കലും നമുക്ക് എതിർ ടീമിനെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ കഴിഞ്ഞ കളി കണ്ടതാണ്. മെസ്സി എന്ന സ്ട്രൈക്കറെ പൂട്ടിക്കഴിഞ്ഞാൽ മെസ്സി എന്ന മിഡ്ഫീൽഡർ ഉണരും, മിഡ്ഫീൽഡർ ക്രിയേറ്റ് ചെയ്യും. അതായത് വിങ്ങറും സ്ട്രൈക്കറുമായ മെസ്സിയേക്കാളും ഭയക്കേണ്ടത് മിഡ്ഫീൽഡറായ ഒരു മെസ്സിയാണ് എതിരാളികൾ ഭയക്കേണ്ടത്. അത് തന്നെയാണ് സ്പെയിൻ നടത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം. മെസ്സിയെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ മെസ്സി ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ രീതിയിലേക്ക് മാറും. അപ്പോൾ അവിടെ ആൽവരസ് ഉണ്ട്, മാർട്ടിനസ് ഉണ്ട്, പിന്നെ എന്താ പറയുക
നമ്മുടെ എൻസോ ഉണ്ട്, മെക്കലിസ്റ്റർ ഉണ്ട്, ഇവർക്ക് കയറി അങ്ങ് പണിത് കഴിഞ്ഞാൽ അർജൻറ്റീന തുടർച്ചയായി രണ്ടാമത് തവണയും കപ്പടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലായ ആക്ച്വലി ഐ ആം ദ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്ന് വന്ന എക്സ് ഹാൻഡിൽസ് നിന്ന് വന്ന ആ ഒരു പോസ്റ്റ് സത്യമാകാൻ തന്നെയാണ് സാധ്യത. ലോകത്തിലെ കോടിക്കണക്കിന് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അർജൻറ്റീനയെ സ്നേഹിക്കുന്ന, മെസ്സിയെ സ്നേഹിക്കുന്ന അവർക്ക് ഇതൊരു ആനന്ദ നിമിഷം തന്നെയായിരിക്കും. തുടർച്ചയായി 2 വേൾഡ് കപ്പ് അടിക്കുന്ന ബ്രസീലിനും ഇറ്റലിക്കും ശേഷം അർജൻറ്റീന ഈ മോഡേൺ കാലഘട്ടത്തിലും, അതായത് മോഡേൺ ഫുട്ബോൾ കൊട്ടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിലും വേൾഡ് കപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. അതിന് തൊട്ടരികിലാണ് അർജൻറ്റീന ഉള്ളത്. അപ്പോൾ എന്താ പറയണ്ടേ, ഈ ഒരു പ്രവചനം 5 വർഷം മുന്നേ നടത്തിയ പ്രവചനം പലിക്കട്ടെ. മെസ്സി രണ്ടാമതും കപ്പ് ഉയർത്തട്ടെ. അർജൻറ്റീന കപ്പ് എന്താ പറയണ്ടേ, ഈ കപ്പ് ഒരു പുതിയ കപ്പ് കൂടി അർജൻറ്റീനയുടെ നാട്ടിൽ റൊസാരിയോയിൽ കൊണ്ടുപോകട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.